ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് അതിൽ ബ്രേക്കൗട്ട് കണ്ട് എൻട്രി എങ്ങനെ എടുക്കുന്നു എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനാദ്യമായിട്ട് നമ്മളിത് സ്ക്രീനർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് GRS ഇതന്നെ സംഭവം, അതായത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എൻജിനീയേഴ്സ് എന്നുള്ള ഒരു ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ളൊരു സ്റ്റോക്കാണത്. ഈ സ്റ്റോക്കിനെ കുറിച്ച് കുറേ ന്യൂസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്ക് എടുക്കാൻ കാരണം. നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആദ്യം നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 29,000 കോടി മാർക്കറ്റ് ക്യാപ്പ് ഉള്ളതാണ്. കറൻറ്റ് പ്രൈസ് 2,568 ഹൈ എന്ന് പറയുന്നത് 2,835 ലോ എന്ന് പറയുന്നത് 575. ഇതിൻ്റെ സ്റ്റോക്ക് PE കുറച്ച് കൂടുതലാണ്, 82. വെയിറ്റ്, നിങ്ങൾ PE കൂടുതലാണ് എന്ന് കണ്ടതുകൊണ്ട് അപ്പം തന്നെ സ്റ്റോക്ക് ഒഴിവാക്കി പോകരുത്. ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കുക. അതിൽ ഒരു 3-4 കാര്യങ്ങൾ കമ്പനിക്ക് അനുകൂലമായി വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് എടുക്കാവുന്നതാണ്. ബുക്ക് വാല്യൂ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 146 ഡിവിഡൻറ്റ് പേ ഔട്ട് ചെയ്യുന്ന കമ്പനിയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ROC എന്ന് പറയുന്നത് 28%, ROE എന്ന് പറയുന്നത് 23% ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണെന്നാണ് അർത്ഥം. കാരണം അല്ലാണ്ട് കമ്പനി ഇത്ര ROC കൊടുക്കില്ലല്ലോ. ഇതിൻ്റെ അടുത്തത് പിട്രിയോസ്കി സ്കോർ എന്ന് പറയുന്നത് 7, പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 74, ഡെബിറ്റ് 65 കോടി ഉണ്ട്. കുഴപ്പമില്ല, 29,000 കോടിക്ക് 65 കോടി കടം വലിയ പ്രശ്നമില്ല. ഇനി നമ്മളിതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് 2023 22 കൂടി ഉണ്ടല്ലോ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, 2022 മുതൽ നോക്കാം. മാർച്ച് 33, 48, 47. മാർച്ച് 2023 ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിന് ശേഷം എല്ലാം കൂടുതലാണ്. ഓക്കെ, ഇനി നമ്മളവിടെ കൂടുതൽ നോക്കി നമ്മൾ കൺഫ്യൂഷൻ ആകണ്ട. ഇനി നമുക്ക് അടുത്ത് നമ്മൾ നോക്കാറുള്ളത് ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് ആണ്. പ്രൊമോട്ടേഴ്സ് 74% ഉണ്ട്. ഫിൽസ് കൂടിയിട്ടുണ്ട്. ഫിൽസ് 3.26 ആയിരുന്നു, 3.91 ഡിൽസ് 6.14 3.20 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പബ്ലിക്കും കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നോക്കുമ്പോൾ ഓവറോൾ നല്ലൊരു ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്തപ്പോൾ നല്ലൊരു സ്റ്റോക്കായിട്ട് തോന്നി. ഇനി നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലോട്ട് വരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ഡൗൺലോഡ് ചെയ്തിരിക്കണം. ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾ ഇവിടെ പോയിട്ട് സ്റ്റോക്കിൻ്റെ പേര് നിങ്ങൾ അടിച്ചു കൊടുക്കണം. എന്തായിരുന്നു പേര്? GRSE അല്ലേ? അതെ. അടിക്കുന്ന സമയത്ത് നമുക്കിവിടെ ചാർട്ട് പാറ്റേൺ വന്നു. 1 ഡേ ചാർട്ടാണ്. ഞാൻ മൊബൈലിലാണ്, അതുകൊണ്ട് ഒന്ന് തിരിക്കുന്നുണ്ട്. മൊബൈൽ ഹൊറിസോണ്ടൽ ആക്കുന്നുണ്ട്. നമുക്കിവിടെ വീക്കിലി ആക്കാം. വീക്കിലി ആക്കുമ്പോൾ നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ ഇതൊരു അപ് ട്രെൻഡാണെന്ന് മനസ്സിലായി. നമുക്കിനി ഇവിടെ നിങ്ങളെപ്പോഴും ചാർട്ട് വരയ്ക്കുമ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ തന്നെ വരയ്ക്കണേ. പലരും നിങ്ങളുടെ ബ്രോക്കറിൻ്റെ ചാർട്ടിൽ തന്നെ വരയ്ക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് അക്യുറേറ്റ് ആയിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. നോക്കൂ, ഇവിടെ ഒരു ബ്രേക്കൗട്ട് തന്നപ്പോൾ നല്ല രീതിയിൽ മുകളിൽ പോയിട്ടുണ്ട്. ആ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇനി അതിൻ്റെ ഒരു സപ്പോർട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് ഏത് ട്രയാങ്കിളാണെന്ന് മനസ്സിലായോ? മനസ്സിലാകാത്തവർ ചാർട്ട് അനാലിസിസിൻ്റെ വീഡിയോ ഒന്നുകൂടി കാണാം. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇത് നല്ലൊരു ബ്രേക്കൗട്ടിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു ബ്രേക്കൗട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2 ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. സോ ഇത് ഫർദർ നല്ലൊരു ഗ്രോത്തിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ഈ ചാർട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ നിങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ് സ്റ്റോക്ക് മെല്ലെ ഒന്ന് ബ്രേക്കൗട്ട് വന്ന് ഇവിടെ നിങ്ങളുടെ നല്ല ശക്തിയിലോട്ട് മുകളിലോട്ട് പോകാനാണ് ചാൻസ്.
അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ചാർട്ട് അനാലിസിസ് നോക്കി പഠിക്കുക, പേപ്പർ ട്രേഡിംഗ് നടത്തുക, എന്നിട്ട് നിങ്ങൾ ഉചിതമായ തീരുമാനം എടുക്കുക. താങ്ക് യു.